ഹലോ ഗൈസ്, 26-ാം തീയതി റിസൾട്ട് വരാറായോണ്ടാണെന്ന് തോന്നുന്നു. ഇപ്പോൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ എന്നും അമ്പലത്തിൽ പോകാനായിട്ട് തോന്നൽ. അങ്ങനെ നമ്മളിതേ കുറ്റിയും പറിച്ചുകൊണ്ട് നേരെ പോകുന്നത് ഇലങ്ക ശ്രീ പണ്ടോട്ടപ്പൻ ക്ഷേത്രത്തിലേക്കാണ്. ആ വാഴക്കൂട്ടത്തിൻ്റെ ഇടയിലോട്ട് സൂക്ഷിച്ച് നോക്കി ഞങ്ങൾക്കൊരു ചേനപ്പൂ കാണാമേ. കാരണം നമ്മൾ പോകുന്നത് ഒരു കാനനപാതയിൽ കൂടെയാണ്. ഈ മുളം കുറ്റി കണ്ടപ്പോഴേ അമ്മ പറഞ്ഞു ഇതിൻ്റെ അരി കൊണ്ടെന്തോ പായസം വയ്ക്കുമെന്നോ കഞ്ഞി വെച്ച് കുടിക്കുമെന്നോ അങ്ങനെ എന്താണ്ട. പിന്നെ പോകുന്ന വഴിക്ക് മുഴുവൻ അയലോക്കത്തെ പറമ്പിൽ നിന്നുള്ള ചെമ്പരത്തി പൂവ്, തെച്ചിപ്പൂവ്, വെള്ളപ്പൂവ്, കണ്ണി കണ്ട പൂക്കൾ അത്രയും പറിച്ചുകൊണ്ടാണ് പോകുന്നത്. കണ്ടില്ലേ, ഇവിടെ എങ്ങും പന്നിയുടെ ശല്യം എന്ന് പറഞ്ഞാൽ എൻ്റെ പൊന്നോ, രാത്രി ഒരു നേരം പറ്റുമ്പോൾ പന്നി തുടങ്ങും കേട്ടോ. അങ്ങനെ മരിച്ച് ചേമ്പ്, ചേന ഇതൊക്കെ നട്ടിട്ടുള്ളവർ ചുറ്റും വേലി വെച്ചിട്ടൊക്കെയാണ് കേട്ടോ വീട്ടിലേക്ക് പോകാറുള്ളത്. പിന്നെ ഇത്തവണ ഞാനും അമ്മയും മാത്രമല്ല കേട്ടോ, എൻ്റെ അപ്പയും കൂടെ ഉണ്ട്. അങ്ങനെ അമ്മേരെ പൈസയും വാങ്ങിച്ചുകൊണ്ട് ഞാൻ മുഴുവൻ തൊഴുവാന്നിറങ്ങി. അപ്പോഴത്തേക്ക് അമ്മ ചന്ദനവും വാങ്ങിച്ചുകൊണ്ട് അവിടെ ഇരിക്കണേ. പിന്നെ ഞാനും തൊഴുതിട്ട് വന്ന് പ്രസാദമൊക്കെ വാങ്ങിച്ച് നെറ്റത്തിട്ട് കേട്ടോ. വരണ് നമ്മളെ കാളക്കുട്ടൻ. ആരോ ഇവിടെ നടക്കി വെച്ചതാണ്, പക്ഷെ ഞാൻ ഇവനെ അപ്പുക്കുട്ടൻ എന്ന് പേരൊക്കെ ഇട്ടു കേട്ടോ. എന്നിവിടെ വന്നാൽ ഇവന് പഴം വാങ്ങി കൊടുക്കണമെന്ന് ഞാൻ വിചാരിക്കാറുണ്ട്. ഇന്ന് ആ കടം അങ്ങ് തീർത്തേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ടാറ്റാ.